ചേട്ടാ, കാപ്പി റെഡിയായി വരൂ. നീ വന്നേ. വിടൂ ചേട്ടാ, ഓഫീസിൽ പോകുന്ന സമയമായി. അതിന് ഇനി സമയമുണ്ട് മോളെ. നമ്മളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരാഴ്ചയായി. ഇതിനിടയ്ക്ക് നീ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകാനോ ഒരു ദിവസമെങ്കിലും സ്വൈര്യമായിട്ട് നിന്നോടൊപ്പം കഴിയാനോ എനിക്ക് സാധിച്ചിട്ടില്ല. ഞാനിതിന് പരാതിയൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലെങ്കിലും ഞാനത് അറിയേണ്ടതല്ലേ. കമ്പനി ഓഡിറ്റിംഗ് കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് ഞാൻ ലീവ് എടുക്കും. എന്നിട്ട് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒരു ഹണിമൂൺ പര്യടനം. അയ്യോ, അതുപോലെ നമുക്കൊരു റോക്കറ്റ് ബുക്ക് ചെയ്ത് ശൂന്യാകാശത്തേക്ക് പറക്കണം. കുഞ്ഞുമോളെ, നിന്നെയും കൊണ്ട് ശൂന്യാകാശത്തേക്കല്ല, സ്വർഗരാജ്യം വരെ ഞാൻ പറക്കും. നേരത്തെ വരണേ. എന്താ ആലോചിക്കുന്നത്? ഒന്നും മറന്നില്ലല്ലോ. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മറന്നുപോയത്. അത് കിട്ടാതെങ്ങനെ പോകുന്നത്? എന്തോന്നാ? അകത്തു അപ്പറേ. ഇത് പെട്ടെന്ന് ടൈപ്പ് ചെയ്യാൻ മാനേജർ പറഞ്ഞു. ജയനെന്താ ലേറ്റായത്? ബസ് കിട്ടാൻ താമസിച്ചു. സമയത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലേ ബസ് കിട്ടത്തുള്ളൂ. മധുവിധുവിന്റെ ലഹരിയില് ബസിന്റെ സമയമൊക്കെ മറന്നു. മാത്രമല്ല, അക്കൗണ്ട് സാർ ലവ് മാരേജ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ലഹരി ചിലപ്പോൾ കൂടും. കല്യാണം കഴിഞ്ഞതോടുകൂടി എന്നെ കമന്റ് അടിക്കാനോട് ഒരു ഐക്യമുന്നണി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ കമന്റ് അടിയൊക്കെ കഴിയട്ടെ, എന്നിട്ട് ജോലിക്ക് കയറാം. ജയൻ സാർ മാനേജർ വിളിക്കുന്നു. ഇതങ്ങോട്ട് വെച്ചേക്ക. ശരി. ഗുഡ് മോർണിംഗ് സർ. ജയനെന്താ എത്ര ലേറ്റ് ആയത്? ബസ് കിട്ടാൻ താമസിച്ചു. ഇപ്പൊ തന്നെ ഞാൻ ബംഗ്ലാവിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞ് മുതലാളി 3 പ്രാവശ്യമായി ഫോൺ ചെയ്യുന്നു. സാർ വയ്ക്കൂ. എങ്ങനെ പോകാനാ? അവിടെ ചെല്ലുമ്പോ നടപ്പ് വർഷത്തെ അക്കൗണ്ട്സും ബാലൻസ് ഷീറ്റും എല്ലാം മുതലാളി കൈയോടെ ചോദിക്കും. എനിക്കാണെങ്കിൽ ഒരു ഐഡിയയുമില്ല. സാറ് വിഷമിക്കണ്ട, എല്ലാം ഞാൻ ഇന്നലെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്നാ ഞാൻ രക്ഷപ്പെട്ടു. ജയനാ ഫയലിംഗ് എടുക്കൂ. മുതലാളി ഇവിടുന്ന് പോയാ പിന്നെ നീ ആ തൂപ്പുകാരി പെണ്ണുമായിട്ട് വലിയ ശൃംഗാരത്തിലാണെന്ന് കേട്ടല്ലോ. ഞാനോ? ഏത് ആഭാസല്ലേ വൃത്തിയോട് പറഞ്ഞു വരുത്തിയത്? വാച്ചറിയാ പറഞ്ഞത്. നമ്മുടെ വേലമ്പള ചേട്ടനോ? നീ എന്തോ നടാ വിളിച്ചത്? ചേട്ടാ, ഇവിടുത്തെ തൂപ്പുകാരി പെണ്ണിന്റെ ലവ് ബേർഡ്സ് ആണ് ചേട്ടൻ പറഞ്ഞു വരുത്തിയോ? ചിലതൊക്കെ കണ്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മൊട്ടേന്ന് വിരിയാത്ത പെങ്കുച്ചിനെ കുറിച്ച് അവാദം പറഞ്ഞാലുണ്ടല്ലോ, നരച്ചതിലെ ഇടുത്തി വീഴും പറഞ്ഞേക്കാം. നീ അവൾക്ക് പൗഡറും സെന്റും ഒക്കെ വാങ്ങിച്ചു കൊടുത്തോ? പൗഡറും സെന്റ് മാത്രമല്ല 10 രൂപയും കൊടുത്തു. എന്താ അപ്പൊ വാച്ചറിയേട്ടൻ പറഞ്ഞതാണോ തെറ്റ്? തെറ്റാ. ആ പെണ്ണ് തള്ളയുണ്ടല്ലോ, സിൽക്ക് കല്യാണി, അവൾ അറിഞ്ഞാല് നിന്റെ കച്ചവടം തീരും. ഒരു കച്ചവടവും തീരില്ല. ഈ സിൽക്ക് കല്യാണിയുമായിട്ടാ എനിക്ക് ലോഹ്യം. ഇരിക്കുകയൊന്നും വേണ്ട ചേട്ടാ. ഈ ലവിന്റെ കാര്യത്തിൽ ഞാൻ ഒരു എൽബോടാ. പിന്നെ തുടക്കം വളരെ എക്സ്പീരിയൻസ്ഡ് ആയ സിൽക്ക് കല്യാണിയിലാവുമ്പോ എന്റെ ലവ് ഒന്ന് കൊഴുക്കും. കഴുതറടാ മോനെ, പ്രായത്തെങ്കിലും മാനിക്കണ്ടേ? സോറി. വച്ചറിയടാ. ശമ്പളം വാങ്ങിച്ചോ? വാങ്ങിച്ചു. വീട്ടിലേക്ക് മണി ഓർഡർ അയച്ചു. ഓണമൊക്കെ ആയിട്ട് വീട്ടിൽ പോകുന്നില്ലേ? എനിക്ക് എന്തോന്ന് ഓണം. യാത്രക്കൂലിക്ക് ചിലവാക്കുന്ന കാശ് കൂടി അങ്ങ് വീട്ടിലെത്തിച്ചാൽ അത്രയ്ക്കായി. ഒരു മോനുള്ളതിനെ പഠിപ്പിച്ചു. അവനാണെങ്കിൽ വേലയും കൂലിയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. വീട്ടുകാരിയാണെങ്കിൽ കിടപ്പിലും. ഇവിടുന്ന് കിട്ടുന്ന കാശ് കൊണ്ട് എന്ത് ചെയ്യാനാ? കുട്ടപ്പാ, 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരത്തുള്ളൂ. വീടെല്ലാം നീ ഭദ്രമായി നോക്കിയേക്കണം കേട്ടോ. മോലെ സൂക്ഷിച്ചു കൊണ്ടുപോണേ. കെയർഫുൾ. ചേട്ടാ, ഗേറ്റ് അടച്ചിട്ട് നുണ പറഞ്ഞോ?
എന്താ സാർ? സോറി മിസ്റ്റർ ജയൻ, ഇന്നുകൂടെ നിങ്ങൾ ഓവർ ടൈം ചെയ്യേണ്ടി വരും. ഹാർബറിലെ ഫയലും നമ്മുടെ ഫയലും ഒത്തു നോക്കിയപ്പോ എല്ലാം ഡബിൾ എൻട്രിയാ. തുടക്കം മുതലേ കണക്ക് നോക്കിയില്ലെങ്കിൽ അക്കൗണ്ട്സ് ഒന്നും ശരിയാവില്ല. കഴിഞ്ഞ 3 ദിവസമായി ഓവർ ടൈം വർക്ക് ചെയ്തിട്ട് പാതിരാത്രിക്കാണ് ഞാൻ വീട്ടിൽ കയറി ചെല്ലുന്നത്. ഓഡിറ്റിംഗ് തീരുന്നവരെയല്ലേ ഉള്ളൂ ഈ പ്രയാസമെല്ലാം. പിന്നീട് ജയന് ലീവ് എടുക്കാമല്ലോ. സാറിന്റെ പ്രോഗ്രാം എന്താണ്? എന്റെ വൈഫിന്റെ റിലേഷനിൽപ്പെട്ട ചിലരെല്ലാം വീട്ടിൽ വന്നിട്ടുണ്ട്. എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ശരി, സാർ വെക്കണം. വരട്ടെ ജയൻ. നീ എന്തായി പറയുന്നത്? ചെയ്താൽ തീരാത്ത ജോലിയുള്ളത് കൊണ്ടല്ലേ ഞാൻ വരാൻ താമസിക്കുന്നത്. ഇങ്ങനെ രാവും പകലും ജോലി ചെയ്താൽ ആരോഗ്യം എന്താവും? ആ, ഇങ്ങനെ ജോലി ചെയ്തെങ്കിലേ എന്റെ ലക്ഷ്യം നിറവേറും. എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം. ഏത് സാഹചര്യത്തെയും നേരിടാൻ ധൈര്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചത്. നീ എന്നെ സ്നേഹിച്ചു എന്ന തെറ്റിന് നിന്റെ വീട്ടിൽ നിന്നും ആട്ടിയിറക്കിയവരാണ് നിന്റെ ബന്ധുക്കൾ. അവർ നിന്നെ കാണാൻ ഇങ്ങോട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ഞാൻ എല്ലാം മറന്ന് ജോലി ചെയ്തേ പറ്റൂ. ജയേട്ടാ, ഈ വാടക വീടിന് പകരം നമുക്ക് സ്വന്തമായൊരു വീടുണ്ടാവണം. ഞാൻ സ്വപ്നം കാണുന്നൊരു ഭാവി ഉണ്ടാകണം. എല്ലാം നടക്കണമെങ്കിൽ നീ എന്നെ മനസ്സിലാക്കിയേ പറ്റൂ. എനിക്കെല്ലാം മനസ്സിലായി. രമേ, ഹലോ, ഞാൻ ചന്ദ്രശേഖരനാ. ആരാ സംസാരിക്കുന്നത്? ഞാൻ വാച്ച്മാനാ. നാളെ ഓഡിറ്റിംഗിന് കൊടുക്കാനുള്ള ഫയലുകൾ വീട്ടിലെത്തിക്കാമെന്ന് മാനേജർ പറഞ്ഞിരുന്നു. ഇതുവരെ കണ്ടില്ലല്ലോ. അയാളുണ്ടോ അവിടെ? അദ്ദേഹം 5 മണിക്ക് പോയി. വേറെ ആരുണ്ടോ അവിടെ? അക്കൗണ്ടന്റ് ജയൻ സാറുണ്ട്. വിളിക്കണോ? വേണ്ട, ഞാൻ അവിടെ ഒന്ന് കണ്ടോളാം. ശരി മുതലാളി. എന്താ ചെയ്യത്? ഇത്ര രാത്രിയായിട്ടും വീട്ടിൽ പോകാറായില്ലേ? 2 ആഴ്ചയായി ഞാൻ ഓവർ ടൈം വർക്ക് ചെയ്യണം സാർ. ഈ അക്കൗണ്ട്സ് എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. അതുകൊണ്ടാ. ഏതായാലും ജയൻ നല്ലപോലെ റെസ്റ്റ് എടുത്തിട്ട് ജോലി ചെയ്താൽ മതി. ഇപ്പൊ വീട്ടിൽ പോയിക്കോളൂ. എനിക്കിനിയിപ്പോ ബസ് കിട്ടില്ല സാർ. ഓ, അത് സാരമില്ല, ഞാൻ കൊണ്ടുവിട്ട് തരാം. വരും. അപ്പൊ ഞാൻ വരട്ടെ ജയൻ? വരണം സാർ. വീട്ടിലൊന്ന് കയറിട്ട് പോവാം. അയ്യോ, ഇപ്പൊ വേണ്ട, പിന്നൊരിക്കലാവാം. സാർ ആദ്യമായിട്ട് വരികയല്ലേ, ഒന്ന് കയറിട്ട് പോവാം. ആ, എങ്കിൽ ശരി. സാർ, ഇതാണ് എന്റെ ഭാര്യ. നമസ്കാരം. നമസ്കാരം. വരൂ സാർ. ഇങ്ങോട്ടിരിക്കാം സാർ. താങ്ക് യു. ഞാൻ പോയി കാപ്പി എടുക്കാം. അയ്യോ, എനിക്കിപ്പോ കാപ്പിയൊന്നും വേണ്ട. ഈ അർദ്ധരാത്രിയിൽ സാറിന് ബുദ്ധിമുട്ടിപ്പിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്. വിഷമം തോന്നുന്നു എനിക്കാ. ഭാര്യയെ ഒറ്റയ്ക്കാക്കിയിട്ട് ജയന് വീട്ടിൽ വരാൻ പോലും സമയം തരാതെ ജോലി ചെയ്യിച്ചതിന്. ഞാൻ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു കേട്ടോ. സാരമില്ല സാർ. അല്ല, ഇവിടെ കൂട്ടിനാരുമില്ലേ? ഈ വീടിന്റെ ഉടമസ്ഥനും കുടുംബവും മുകളിലാണ് താമസം. അതുകൊണ്ട് എനിക്ക് പേടിക്കാനൊന്നുമില്ല. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ, സോ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. രമേ, ജോലിക്കാരന് ബസ് കിട്ടാത്തതുകൊണ്ട് സ്വന്തം കാറിൽ വീട്ടിൽ കൊണ്ടുവിടുന്ന ഏതെങ്കിലും ഒരു മുതലാളി ലോകത്തുണ്ടോ? അതാണ് ചന്ദ്രശേഖരൻ മുതലാളി. പുള്ളിക്കാരന് തൊഴിലാളി മുതലാളി എന്നുള്ള വ്യത്യാസമേ ഇല്ല. ചുമ്മാ വാചം അടിച്ച് നിൽക്കാതെ വല്ലതും ഒന്ന് കഴിക്കാൻ നോക്കൂ. എനിക്ക് വിശക്കും.